ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് ഒരു കൂൺതോരനാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. നമുക്കിത് ചോറിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല ഒരു അടിപൊളി ഡിഷാണ്. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്ക് പോയി കണ്ടിട്ട് വന്നാലോ. ഇതൊരു 500 ഗ്രാം കൂണാണ്. അപ്പൊ ഇത് ഞാൻ നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് കഴുകി എടുത്തേക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ സവോളയാണ് വേണ്ടത്. അത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക്, ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് 2 പച്ചമുളകാണ്. 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ വേണേ. അപ്പൊ നമ്മൾ തോരൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്കൊരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്കൊരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കും. കടുക് ഇപ്പം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആദ്യമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് ആ വെളുത്തുള്ളിയുടെ കളറ് ഇതുപോലെ ഒന്ന് ലൈറ്റ് ആയിട്ട് മാറി വരുമ്പോൾ പിന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സവോളയും പച്ചമുളകും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇപ്പൊ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ സമയത്ത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കുവാണ്. ഇനി നമ്മൾ നേരത്തെ കഴുകി വെച്ചേക്കുന്ന കൂണില്ലേ, കൂൺ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഈ കൂടിനകത്തുള്ള വെള്ളം കൊണ്ട് തന്നെയാണ് ഇത് കുക്കായി വരുന്നത്. അപ്പം ഇത് നമുക്കങ്ങ് മൂടി വെച്ച് കൊടുക്കാവേ. എന്നിട്ടൊരു 5 മിനിറ്റ് ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് കേട്ടോ. ഇത് കണ്ടോ, നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആ കൂണിനകത്തുള്ള വെള്ളമാണ് ഈ ഇറങ്ങി വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ തന്നെ ഒന്നും കൂടെ മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാവേ. ഏകദേശം നമ്മുടെ കൂണൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം അങ്ങ് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെക്കണ്ട, നമുക്ക് തുറന്നു വെച്ച് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ. കൂണുണ്ടാക്കുമ്പോഴേ നമ്മൾ ഓർക്കും എന്തേരം കൂണാണ് നമ്മൾ അരിഞ്ഞതെന്നൊക്കെ. പക്ഷെ ഉണ്ടാക്കി വരുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചേ കാണുള്ളൂ. കാരണം കൂണിനകത്തുള്ള വെള്ളം എല്ലാം ഇറങ്ങി വരുമ്പോഴത്തേക്കും പിന്നെ അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചേ ഉള്ളേ. ഇപ്പൊ ആ കൂണിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന തേങ്ങ ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുവാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഒതുക്കിയാണേലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒതുക്കിയിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഉപ്പ് വേണോന്ന് ഒന്നും കൂടി ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ഒരിച്ചിരി കുറവുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ലേശം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ അടിപൊളി കൂൺതോരൻ റെഡി ആയിട്ടുണ്ട്. അതിനകത്തെ വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവേ. ഇപ്പൊ നമ്മുടെ അടിപൊളി കൂൺതോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു അടിപൊളി ഡിഷാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.
ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ, കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.